ശ്രീ എ സജീവൻ, ഒരു ചർച്ചകളും നടത്താതെ ഒരു തരത്തിലുള്ള കൂടിക്കാഴ്ചകളും നടത്താതെയുള്ള ഒരു പ്രതികരണമാണ് വി ഡി സതീശൻ നടത്തിയെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? രണ്ട് രീതിയിലൊരു കാണാം. ഒന്ന്, ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം. അതല്ലാതെയും ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യാം. സാധാരണ യുദ്ധങ്ങളിൽ പണ്ടുകാലം മുതൽ തന്നെ എതിരാളിയുടെ വീര്യം കെടുത്താൻ അങ്ങനെ പല കാര്യങ്ങൾ അശക്തനാക്കുന്ന രൂപത്തിലുള്ള പല പ്രസ്താവനകൾ നടത്തും, പോർവിളികൾ നടത്തും. ആ രീതിയിലായിട്ട് ഇതിനെ കാണാം. എനിക്കറിയില്ല ചർച്ച നടന്നു എന്നുള്ള കാര്യം. ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ വേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടി ജയിച്ചതോടെ സ്വാഭാവികമായിട്ടും മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവില്ല എന്ന് വരുത്തേണ്ട, അതങ്ങനെ അത് ഉറപ്പിക്കേണ്ട ചുമതല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക്, UDF നേതാക്കന്മാർക്കാണ്. അവരതിനുള്ള അടുത്ത തവണ ഈ 2026 തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ തന്നെ ഈ രീതിയിൽ ആ മുന്നണിയെ പരമാവധി ദുർബലപ്പെടുത്താൻ, അതിനൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ഇവിടെ കാര്യമില്ല എന്ന് തോന്നിക്കാൻ ഉള്ളൊരു തന്ത്രമായിട്ട് പോലും ഇതിനെടുക്കാം. ഈ ചർച്ച നടന്നിട്ടുണ്ടോ, നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ പോലും അങ്ങനെ എവിടെയെങ്കിലും ചർച്ച നടന്നതിൻ്റെ സൂചനകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ മാറുക എന്ന് പറയും. നമുക്കറിയാം 57 മുതൽ ഈ പാർട്ടികളെല്ലാം കേരള കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും RSP ആണെങ്കിലും എല്ലാ പാർട്ടികളും ജനതാദളാണെങ്കിലൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി മാറി കളിച്ചിട്ടുണ്ട്. എല്ലാ കോൺഗ്രസ് മുന്നണിയിലുണ്ടായിട്ടുണ്ട്, CPM മുന്നണിയിലുണ്ടായിട്ടുണ്ട്. ആ രീതിയിലൊക്കെ മാറിക്കളിച്ചിട്ടുണ്ട്. അതിനൊന്നും ആ മാറ്റങ്ങൾക്കൊരു പ്രത്യേക കാരണം ഉണ്ടായിട്ടില്ല. അതിന് നമുക്കറിയാം, ഇപ്പോൾ വീരേന്ദ്രകുമാർ പിന്നെ LDF വിട്ട് UDF പോകുന്നതിന് ഏക കാരണം അദ്ദേഹം തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം സീറ്റായിരുന്ന കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം റിയാസിന് CPM പിടിച്ചെടുത്തിട്ട് റിയാസിന് കൊടുത്തതാണ്. അതോടുകൂടി അദ്ദേഹം പോയി. അതേ സമയത്ത് തന്നെ പൊന്നാനി മണ്ഡലത്തിൽ ഇതേപോലെ ഒരു പിടിമുറുക്കം ഉണ്ടായിരുന്നു. PDPയുമായിട്ട് ഒരു രഹസ്യധാരണയുടെ പേരിൽ അവർക്ക് താല്പര്യമുള്ള ഒരാളെ CPM നിർത്തിയപ്പോൾ, സ്വതന്ത്രനായിട്ട് നിർത്തിയപ്പോൾ അതിനെതിരെ അന്ന് വെളിയം ഭാർഗവനാണ് CPI അദ്ദേഹം എത്ര രൂക്ഷമായിട്ടാണ് പരസ്യമായിട്ട് പിണറായി വിജയനെതിരെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിരൂക്ഷമായിട്ടായിരുന്നില്ല. പക്ഷേ അവർ വിട്ടുപോയില്ല. വീരേന്ദ്രകുമാർ വിട്ടുപോകുന്നൊരവസ്ഥയുണ്ടായി. ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നത്. പിന്നെ ഒരു ചർച്ചയും ഇല്ലാതെയും ചിലപ്പോൾ ചില ധാരണയുടെ പുറത്തും ഉണ്ടാകും. കുറച്ചു കാലം മുമ്പ് നമ്മൾ ലീഗിൻ്റെ കാര്യത്തിൽ കണ്ടതാണ് CPM നേതാക്കന്മാർ, അത് പ്രത്യേകിച്ച് ഇപ്പോൾ MV ഗോവിന്ദനൊക്കെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം തന്നെ ആ ലീഗിനെ പുകഴ്ത്തുന്ന രൂപത്തിൽ, ലീഗ് വർഗീയ പാർട്ടിയല്ല, ലീഗ് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന സാമുദായിക പാർട്ടിയാണ് എന്നൊക്കെ രീതിയിൽ അവർ വിശദീകരിച്ചു. ലീഗിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നൊരവസ്ഥയുണ്ടായി ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഞാൻ അന്ന് മനസ്സിലാക്കിയെടുത്തോളം ചില ലീഗ് നേതാക്കന്മാരുമായിട്ട് ഇവർ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായില്ല. ലീഗിലെ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരിക്കൽ പോലും അതിന് അംഗീകരിക്കുന്നതായിരുന്നില്ല. അവർ പരസ്യമായി പറയുന്നൊരവസ്ഥ വന്നു. ലീഗിലെ തന്നെ പല നേതാക്കന്മാരും, ഷാജിയെപ്പോലുള്ള, മുനീറിനെ പോലുള്ള ആളുകളൊക്കെ ആ ഒരു സംഭവത്തിനെ അതിരൂക്ഷമായിട്ടാണ് അതിനോട് പ്രതികരിച്ചിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ ഈ മുന്നണിയിൽപ്പെട്ട ഘടകകക്ഷികൾക്ക്, LDFിലെ ഘടകകക്ഷികൾക്ക് പലർക്കും ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പം എന്തായാലും CPIയുടെ കാര്യം പറയാം. CPI നേരത്തെ കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നാണ് ഒക്കെ പറഞ്ഞാൽ പോലും ഇടതു മുന്നണി എന്ന രൂപത്തിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രൂപത്തിൽ ഒരു മുന്നണി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഞാനതാണ് പറഞ്ഞത്, ഇത് കടുത്ത എതിർപ്പുണ്ടായിട്ട് പാർട്ടി വിടാമായിരുന്ന, അല്ലെങ്കിൽ മുന്നണി വിടാമായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും വെളിയം ഭാർഗവനെ പോലെ കടുംപിടുത്തക്കാരനായ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിട്ട് പോലും അവർ മുന്നണി വിട്ടിട്ടില്ല. ഇപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമൊന്നുമില്ല. അവർക്കിടയിൽ അങ്ങനെ CPMുമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടി ലയനത്തെക്കുറിച്ച് CPM അതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ള പ്രശ്നമല്ലാതെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അന്നുണ്ടായതുപോലെ ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ സീറ്റ് എടുക്കാൻ ഈ പിണറായി വിജയൻ ആരാണെന്നൊക്കെ പറഞ്ഞ് അതിരൂക്ഷമായിട്ട് അന്ന് വെളിയം പറഞ്ഞാണല്ലോ. അപ്പോൾ ആ രീതിയിലേക്കൊരു ഇതില്ല. അതാണ് പ്രകാശ് ബാബുവിൻ്റെ ഈ പ്രതികരണത്തിലുള്ളത്. ഞങ്ങൾ അങ്ങനെ ക്ഷണിക്കുന്നത് പോലെ തെറ്റാണ്, അതൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ നിലപാടിൻ്റെ രീതിയാണ്. അതേപോലെ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പുറത്ത് പോയാൽ കിട്ടാവുന്ന പരിഗണന നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇപ്പം PJ ജോസഫിൻ്റെ പാർട്ടിയേക്കാൾ പരിഗണന കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതേപോലെ മത്സരിക്കാനുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും
അതൊക്കെ ഒരു പക്ഷേ അതിൽ തന്നെ പെട്ട പല ആളുകൾക്കും മുന്നണി മാറണം എന്നുള്ള താല്പര്യം ഉണ്ടായേക്കാം. ഈ താല്പര്യങ്ങളൊക്കെ RJDയുടെ കാര്യത്തിലുണ്ട്. എനിക്കറിയാൻ അവിടുത്തെ അതിലൊരു നേതാവ് അതിനുവേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയതായിട്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു ചർച്ച, കാര്യമായിട്ടുള്ള ചർച്ച ഇതിൽ നടന്നതായിട്ട് തോന്നുന്നില്ല. ഇതൊരു ശരിയായ നല്ല കാര്യമാണ് ഈ തുടർച്ചയായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം. അതിൽ പ്രത്യേകിച്ച് LDFിൻ്റെ കയ്യിലുള്ള ഒരു സീറ്റ്, അൻവർ അപ്പുറത്തേക്ക് ചാടിയാണെങ്കിൽ പോലും LDFിൻ്റെ സീറ്റ്, അവരുടെ ഒരു സീറ്റ് കുറയ്ക്കുന്ന രൂപത്തിലെങ്കിലും കൊണ്ടുവരാൻ പറ്റി. അവിടെ അൻവർ എതിർത്ത് നിന്നിട്ട് പോലും ഈ പറയുന്ന രൂപത്തിൽ VD സതീശനെയും സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൗക്കത്തിനെയൊക്കെ എന്തെല്ലാം തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പോലും അവിടെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആഹ്ലാദത്തിൻ്റെ ഘട്ടത്തിൽ ഇനി അങ്ങോട്ടേക്കുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായിട്ടും 2026 വിജയം ഉറപ്പിക്കുക, ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ ക്ഷണം. ഒരു പക്ഷേ ഇതങ്ങൾ കുറേ കൂടി കഴിയുമ്പോൾ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ നിഷേധിച്ച ആളുകളൊക്കെ ഒരു പക്ഷേ മാറ്റി പറയാൻ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം അതിൻ്റെ എങ്ങനെയൊക്കെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പോൾ ഇവിടെ നേരത്തെ പൊടിപ്പാറ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന രീതിയിലൊക്കെ ഒരു നോട്ടമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അപ്പോഴും ഇടതുപക്ഷത്തിന് വീഴ്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ RJDയുടെ ഒക്കെ മനസ്സ് മാറാൻ വളരെ എളുപ്പമാണ്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ സഭകൾ എടുക്കുന്ന നിലപാട് കൂടി പ്രധാനമാണല്ലോ ശ്രീ സജീവൻ. ഇപ്പോൾ സഭ എടുക്കുന്ന നിലപാട്, സഭ ഇപ്പോൾ UDFുമായി കൂടുതൽ അടുത്തിട്ടുണ്ട്, ഇടയ്ക്കുണ്ടായിരുന്ന ഒരു അകൽച്ച അത് മാറിയിരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അതുണ്ടാവും. പക്ഷേ സഭകൾ എതിർക്കുന്ന ഘട്ടത്തിൽ പോലും മാറി ചിന്തിച്ചിട്ടുള്ള ആളുകളാണല്ലോ അവരൊക്കെ. സഭയ്ക്ക് UDFിനോട് താല്പര്യം ഉണ്ടായിരുന്ന സഭകൾക്ക്, ഒരു സഭയ്ക്കല്ല മറ്റു സഭകൾക്കൊക്കെ UDFിനോട് താല്പര്യം ഉണ്ടായിരുന്നപ്പോഴും LDFിൻ്റെ ഭാഗമായിട്ട് ഇവർ നിന്നിട്ടുണ്ട്. KM മാണി ഉണ്ടായിരിക്കുന്ന കാലത്ത് തന്നെ. അപ്പോൾ അത് ആ മാറ്റങ്ങൾ ഇപ്പോൾ സഭയെ പേടിച്ചല്ല, സാധാരണഗതിയിൽ ഒന്ന് ജോസ് കെ മാണിക്കുള്ള ഒരു സീറ്റ്, ഉറച്ചൊരു സീറ്റ് കിട്ടുക എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെ രാജ്യസഭാ മെമ്പറായിട്ടിരിക്കാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. അവിടെ പോയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം KM മാണിയെപ്പോലെ സംസ്ഥാന രാഷ്ട്രീയമാണ്. ആ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന് കടന്നു വരാൻ, അദ്ദേഹത്തിന് ഇപ്പം പറയുന്ന പോലെ പാലാ സീറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ പാർട്ടിയുടെ കയ്യിൽ പോലുമല്ല, അതൊരു പരാജയപ്പെടുന്ന സീറ്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം വേറൊരു സീറ്റ് കിട്ടാവുന്നൊരവസ്ഥ. ഒരു പക്ഷേ ആ ഒരു സാധ്യത ഇപ്പുറത്ത് LDF തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ആ തീരുമാനം തന്നെ ഉണ്ടാവണമെന്നില്ല. അതിനേക്കാൾ UDF ഒരു നല്ല സാധ്യത കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ സീറ്റുകളുടെ കാര്യത്തിൽ, ഞാനതാണ് പറഞ്ഞത്, കോഴിക്കോട് സീറ്റിൻ്റെ ഒറ്റ കാര്യത്തിലാണ് വീരേന്ദ്രകുമാർ അപ്പുറം പോയത്. തിരിച്ചു വന്നതും ഇതേപോലെ ചെറിയ കാര്യം കൊണ്ടാണ്. അവരുടെ അസംതൃപ്തി പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിട്ടുമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.